ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് നോമ്പിന്റെ 22-ാം ദിവസം. നോമ്പ് കാലം ഒരു പരീക്ഷണത്തിന്റെ കാലമാണ്. വിശ്വാസ ശുദ്ധീകരിക്കപ്പെടുന്ന, പ്രാർത്ഥന ഉറപ്പിക്കപ്പെടുന്ന ഒരു കാലം. അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ വചനത്തിൽ നാം ഒരു കനാന്യ സ്ത്രീയെ കാണുന്നു. അവൾ ഇസ്രായേൽ ജാതിയിൽപ്പെട്ടവളല്ല, അവൾ പുറംജാതിക്കാരിയായിരുന്നു. അവളുടെ ഉള്ളിൽ വലിയൊരു വേദനയുണ്ടായിരുന്നു. അവളുടെ മകൾ കഷ്ടപ്പെടുന്നു. അവൾ യേശുവിന്റെ അടുക്കൽ വന്നു നിലവിളിച്ചു, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഈ വേദഭാഗത്തിലൂടെ 3 ചിന്തകൾ പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, നിശബ്ദതയെ മറികടന്ന വിശ്വാസത്തെ കുറിച്ച്. അവളുടെ ചോദ്യത്തിന് യേശു അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടിയില്ലെന്ന് തോന്നും, ദൈവം മിണ്ടില്ലെന്ന് തോന്നും. ഇവിടെ ആ സ്ത്രീ നിർത്തിയില്ല, പിന്തിരിഞ്ഞില്ല. നോമ്പ് കാലം നമ്മോട് ചോദിക്കുന്നു, ദൈവം നിശബ്ദമായിരിക്കുമ്പോൾ നീ വിശ്വാസത്തിൽ നിലകൊള്ളുന്നുണ്ടോ? നോമ്പ് കാലം നമ്മെ പഠിപ്പിക്കുന്നത് സ്വയം പരിശോധിക്കാൻ, തെറ്റുകൾ തിരുത്താൻ, ക്ഷമിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുവാനാണ്. രണ്ടാമതായി, വിനയത്തിന്റെ ശക്തിയെക്കുറിച്ചാണ്. യേശു പറഞ്ഞു, മകളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അതിനവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇതൊരു വാദമല്ല, ഇതൊരു വിനയത്തിന്റെ പ്രഖ്യാപനമാണ്. അവൾ തന്റെ അർഹത ചൂണ്ടിക്കാട്ടിയില്ല, അവൾ തന്റെ വേദനയെ ഉയർത്തിപ്പിടിച്ചില്ല. അവൾ ദൈവത്തിന്റെ കരുണയെ മാത്രം പിടിച്ചുപറ്റി. വിനയം തോൽവിയല്ല, വിശ്വാസത്തിന്റെ ഉയർന്ന രൂപമാണ്. നോമ്പ് കാലം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. അഹങ്കാരത്തോടെയല്ല, അർഹത പറഞ്ഞല്ല, കരുണ ആശ്രയിച്ചാണ് നാം ദൈവത്തിന്റെ സന്നിധിയിൽ വരേണ്ടത്. മൂന്നാമതായി, വിശ്വാസത്തിന് ലഭിച്ച മറുപടിയെക്കുറിച്ച്. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ തന്നെ നിനക്ക് ഭവിക്കട്ടെ എന്നു ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഇന്ന് യേശു നമ്മോട് ചോദിക്കുന്നു, നിന്റെ വിശ്വാസം എത്ര ദൃഢമാണ്? നിശബ്ദത വന്നാലും, പരീക്ഷണം വന്നാലും, തള്ളിക്കളയപ്പെട്ടതുപോലെ തോന്നിയാലും നീ നിലനിൽക്കുമോ? നോമ്പ് കാലം വിശ്വാസം തെളിയിക്കുന്ന കാലമാണ്. നാം ആ കനാന്യ സ്ത്രീയെ പോലെ പറവിൻ. നിശബ്ദത വന്നാലും, പരീക്ഷണം വന്നാലും, തള്ളിക്കളയപ്പെട്ടതുപോലെ തോന്നിയാലും ആ കനാന്യ സ്ത്രീയിലുള്ള വിശ്വാസം പോലെ ക്രിസ്തുവിൽ ദൃഢമായ വിശ്വാസമുള്ളവരായി തീരുവാൻ ഈ നോമ്പ് കാലം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ആമേൻ.